തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നാണ് ശരവണ സ്റ്റോഴ്സും ഒപ്പം ശരവണ ഹോട്ടൽ ശൃംഖലയും. അവിടെ ജനുവരി 1-ാമത്തെ ആഴ്ചയിലും അവസാനത്തെ ആഴ്ചയിലുമാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി ആദായ നികുതി വകുപ്പ്. അതിലെ നികുതി വെട്ടിപ്പിന് എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല, ആദായ നികുതി വകുപ്പിനെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വജ്രവും അടക്കം ഈ ഗ്രൂപ്പിലെ മുതലാളിമാർ ശ്മശാനത്തിൽ കുഴിച്ചിട്ടിരുന്നു. അത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ അവർ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് ഇത്രയും കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയതെന്നാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 12 ദിവസത്തെ തീവ്ര പരിശ്രമത്തിന് ശേഷമാണ് കള്ളത്തരത്തിൻ്റെ വ്യാപ്തി ആദായ നികുതി വകുപ്പിന് പോലും പിടികിട്ടിയത്. ആദായ നികുതിക്കാരെയും പോലീസിനെയും വെട്ടിക്കാൻ കള്ളപ്പണവും സ്വർണവുമായി ഒരു ഡ്രൈവറെ SUV-യിൽ ചെന്നൈ നഗരം ചുറ്റിക്കുക, ശ്മശാനത്തിൽ ബാഗിൽ നിറയെ കൊള്ള മുതൽ കുഴിച്ചിടുക തുടങ്ങി പരിപാടികളൊക്കെ അവർ വർഷങ്ങളായി ആവർത്തിക്കുന്ന ശീലങ്ങളാണ്. ഇത്തരം റെയ്ഡ് വരുമ്പോൾ തന്നെ അവർക്ക് മുൻകൂട്ടി വിവരങ്ങൾ ചോർന്നു കിട്ടുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം മുൻകരുതലെടുക്കാനും കഴിയും. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ ഇത്തരത്തിൽ ശ്മശാനത്തിൽ കുഴിച്ചിടാനും ഒപ്പം തന്നെ വാഹനത്തിൽ കയറ്റി നഗരത്തിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ചുറ്റിക്കൊണ്ടിരിക്കാൻ, റെയ്ഡ് കഴിയുന്നതുവരെ ചുറ്റിക്കൊണ്ടിരിക്കാനും കഴിയുന്നു. അവരുടെ തുടർച്ചയായ ശീലങ്ങളാണ് ഇതൊക്കെ. ഇത്തവണയും അത് തന്നെ ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെ ആദായ നികുതി വകുപ്പിന് ഏറെ പണിപ്പെടേണ്ടി വരുന്നു കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ. കഴിഞ്ഞ 3 മാസത്തിനിടെ പൂഴ്ത്തിവെച്ച ആദായം 35 കോടി രൂപയോളം വരും. ഒരു ദിവസം ശരവണ ഭവൻ്റെ കച്ചവടം ഏകദേശം 1,20,00,000 രൂപയാണ്. ഇങ്ങനെ 3 വർഷത്തെ കണക്ക് കൂട്ടിയപ്പോഴാണ് ഭീമമായ വെട്ടിപ്പ് നടന്നതെന്ന് ബോധ്യപ്പെട്ടത്. 25 കോടി രൂപയുടെ കള്ളപ്പണത്തിന് പുറമെ 12 കിലോ സ്വർണം, 626 ക്യാരറ്റ് വജ്രം എന്നിവയെല്ലാം വിവിധ സ്ഥലങ്ങളിലായി കണ്ടെടുത്തു. ഇനി എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ശരവണ സ്റ്റോഴ്സുമായി ബന്ധപ്പെട്ട ഔട്ട്ലെറ്റുകളിലെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ തിരിമറി നടത്തുകയാണ് ആദ്യം ഇവർ ചെയ്യുക. ഗിരി ടെക്നോളജീസ് എന്ന കമ്പനിയാണ് സോഫ്റ്റ്വെയർ നൽകിയിരിക്കുന്നത്. ഓരോ കടയ്ക്കും 20 കോടിക്കും 10 കോടി വീതമാണ് വിൽപ്പന രേഖകൾ കാണിച്ചിരുന്നത്. അതായത് 20 കോടി രൂപ വിറ്റാൽ 10 കോടി രൂപ മാത്രമേ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തുകയുള്ളൂ. അങ്ങനെയാണ് തട്ടിപ്പിന് തുടക്കം. വിൽപ്പന രേഖകളിൽ കുറച്ച് കാണിച്ച് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് ഈ ഗ്രൂപ്പിന് അക്കൗണ്ടുകൾ പോലും ഇല്ലായിരുന്നുവെന്നാണ് IT ഉദ്യോഗസ്ഥർ പറയുന്നത്. 120 ടീമുകളെയാണ് തമിഴ്നാട്ടിൽ ഉടനീളം അന്വേഷണത്തിനായി നിയോഗിച്ചത്. ഇതിൽ 800 ഉദ്യോഗസ്ഥരെ റെയ്ഡിന് മാത്രമായി ചുമതലപ്പെടുത്തി. റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ ഉടമകളായ പോണ്ടുരൈ, ബാല എന്നിവർക്ക് നോട്ടീസ് അയക്കും. പിന്നീട് ഇവരെ വിചാരണയ്ക്ക് വിളിക്കുമെന്നാണ് ഇപ്പോൾ ആദായ നികുതി ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതായത് വളരെ സിമ്പിളാണ് ഇവരുടെ മെത്തേഡ്. ഒരു സോഫ്റ്റ്വെയറിൽ 20 കോടിയാണ് വിറ്റുവരവെങ്കിൽ അതിൻ്റെ നേർപകുതി മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. ബാക്കി തുക സ്വർണമായിട്ടും വജ്രമായിട്ടും മാറ്റി ഇവർ എടുക്കുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡിന് വരുമ്പോൾ തന്നെ അവിടെ നിന്ന് ചോർന്ന് കിട്ടും. അപ്പോൾ തന്നെ ഈ സ്വർണവും പണവും അല്ലെങ്കിൽ വജ്രവും അടങ്ങിയ വലിയ നിധിശേഖരം അവർ കണ്ണെത്താത്ത, ആർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ശ്മശാനങ്ങളിൽ കുഴിച്ചിടും. ഇതാണ് അവരുടെ രീതി എന്നാണ് ആദായ നികുതി ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരവണ റെയ്ഡിൽ പിടിച്ചെടുത്തത് 433 കോടി രൂപയുടെ കള്ളപ്പണമാണ്. ശരവണ സ്റ്റോഴ്സുകൾ, ലോട്ടസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങൾ ചെന്നൈ, കോയമ്പത്തൂർ, ജിസ്കോയർ തുടങ്ങിയ സ്ഥാപനങ്ങളായിരുന്നു ജനുവരി അവസാന വാരം റെയ്ഡ് നടന്നത്. ശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുത്തത് കണക്കിൽപ്പെടാത്ത സ്വർണവും വജ്രവുമാണ്. മൊത്തം 433 കോടിയുടെ സ്വത്തിൽ 25 കോടിയുടെ പണമാണ്. 12 കിലോ സ്വർണവും 626 ക്യാരറ്റ് വജ്രങ്ങളും പിടിച്ചെടുത്തവയിൽ പെടുന്നു. അങ്ങനെ ശരവണ ഭവൻ്റെ ഇത്തരം വെട്ടിപ്പുകളാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ കുഴക്കുന്നത്. ഏതായാലും അവരുടെ രീതി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും മനസ്സിലായിരിക്കുന്നു. ഒന്ന്, സോഫ്റ്റ്വെയറിൽ അവരുടെ കൃത്രിമം കാണിക്കുക. 2, ഈ റെയ്ഡ് വിവരം ചോർന്ന് കിട്ടുമ്പോൾ തന്നെ ഇവർ ഈ വജ്രവും സ്വർണവും അടക്കമുള്ള പണവും അടക്കമുള്ള ധനം മറ്റ് ശ്മശാനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. കുറേ ഭാഗം വാഹനങ്ങളിൽ കയറ്റി നഗരം ചുറ്റുക. ഇങ്ങനെ 3 രീതികളാണ് അവരുടെ രീതി. പക്ഷേ ആദായ നികുതി വകുപ്പിനെ ഇപ്പോഴും കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. റെയ്ഡിൻ്റെ ചോർച്ച വിവരം ഉടൻ തന്നെ അവരറിയുന്നു. അവർ റെയ്ഡ് നടത്താൻ തീരുമാനിക്കുമ്പോൾ തന്നെ ശരവണ ഭവനിൽ എത്തുന്നു. അതുകൂടി ആ പഴുതുകൂടി അടച്ചാൽ മാത്രമേ വരും നാളുകളിൽ അവരുടെ വെട്ടിപ്പുകൾ പൂർണ്ണമായും നിർത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ നിലപാട്.